നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം 4 AM ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി എന്നെ കുത്തി എണീപ്പിച്ചു ഗായ്സ്. അതിനുശേഷം ഞാൻ താഴെ വന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ദോശയും മീൻകറിയും കഴിക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ തിന്നണമെന്ന് തന്നെ ഇല്ല, എൻ്റെ കണ്ണ് മഴങ്ങി പോവാണ് കേട്ടോ. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് നോമ്പ് പിടിക്കണമെന്ന്. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ എൻ്റെത്. പിന്നെ കുറച്ച് വട്ടം ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒരു 2 വട്ടം ഞാൻ പിടിച്ചിട്ടുള്ളൂ ഗൈസ് നോമ്പ്. അതിനുശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോൾ കുളിച്ച് വന്നു. അപ്പം എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളതെന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അതൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറയാം, എനിക്ക് സമൂസ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ വിചാരിച്ചു സമൂസ ഒന്ന് ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കാണ്. അതിനുശേഷം ഇത് പുഴുങ്ങിയിട്ട് ഇതെന്തായിരുന്നു, പൊറ്റാറ്റോ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേക്കും അവിടെ പോയി കിടക്കുമായിരുന്നു, എനിക്ക് വയ്യായിരുന്നു ഗൈസ്. അതിന് ശേഷം ഇതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിന് ശേഷം മിക്സിയിട്ട് വെള്ളം കേട്ടോ. അപ്പം അതിന് ശേഷം എന്തായിരുന്നു, കുറച്ച് പൊടികളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, മല്ലിയിലയും അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, പൊറ്റാറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേവിച്ചതില്ലേ അത് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ സമൂസയുടെ ഈ സാധനം ഇത് മാത്രമായിട്ട് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തു. അപ്പം അതിന് ശേഷം തണ്ണിമത്തങ്ങ അരിയുന്നുണ്ട് ഉമ്മച്ചിയാണെങ്കിൽ ഇത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ തണ്ണിമത്തങ്ങ അരിയുന്നത്. അപ്പം അതിന് ശേഷം ഇവിടെ ചായ ഇടുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഞാനാണെങ്കിൽ ആപ്പിൾ ആപ്പിളാണോ ഇതെന്ന് തന്നെയാണ്, നാരങ്ങ കട്ട് ചെയ്യാണ് ഗായ്സ്. അപ്പോൾ ആപ്പിളിൻ്റെ പോലത്തെ ഇച്ചിരി നീളം എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ആപ്പിൾ എന്ന് പറഞ്ഞത്, സോറി. അപ്പം ലൈം ജ്യൂസ് അടിക്കുകയാണ്. അതിന് ശേഷം ഞാനാണെങ്കിൽ ഇതിട്ടത് പെരിഞ്ജീരകമാണോ കരിഞ്ജീരകമാണോ എന്നൊരു ഡൗട്ട് ഗൈസ്. പക്ഷേ അത് കളയേണ്ട വന്നു, കസ്കസ് വേറെ ആയിരുന്നു ഗൈസ്. അപ്പം അതിന് ശേഷം ലൈം ജ്യൂസ് ഉണ്ടാക്കി ഇത് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഈ വാട്ടർമെലൺ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് ഗൈസ് അത് മൊത്തം കുടിച്ച് തീർത്തത്. അപ്പം അതിന് ശേഷം അതിൻ്റെ നടുക്കൊരു ഡെക്കറേഷൻ ഞാൻ തന്നെ വന്നു ഡെക്കറേഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഉമ്മിക്കൊന്നും ഡെക്കറേഷൻ ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ് ഒരു ബട്ടർഫ്ലൈ പോലെ വെച്ചിട്ട് അങ്ങ് പോയി. അപ്പം അതിന് ശേഷം ഇവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടേ അതിങ്ങനെ എന്തോ ഒരു കോൺ പോലെ ആക്കും. അതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ മിക്സൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇതാണെങ്കിൽ സയാൻ കണ്ടിട്ട് പറഞ്ഞു എന്തോത്തിനാ വാപ്പ പശ എടുത്ത് തേക്കുന്നത്, വയറ്റിന് വല്ല അസുഖം പിടിക്കുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു വേണമെങ്കിൽ തിന്നാൽ മതി, പശ ഒന്നും അല്ലെന്ന്. അപ്പോഴാണെങ്കിൽ അതിന് ശേഷം ഈ ഈത്തപ്പഴം ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് കുരു കളഞ്ഞിട്ടേ ഇപ്പുറത്താണെങ്കിൽ നട്ട്സ് മാത്രം വെച്ചിട്ടും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ടും ഗൈസ് ഞാൻ കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. നോമ്പ് നേരത്ത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഉമ്മച്ചിക്കാണെങ്കിൽ അടിപൊളിയാണ്. ഉമ്മച്ചിയാണ് ഈ കണ്ടുപിടുത്തം പറഞ്ഞത്. അപ്പോൾ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം എന്താ പറയുക, പിന്നെ സമൂസ നല്ല എണ്ണയിലിട്ട് വറുക്കുകയാണ്. അപ്പം എനിക്ക് സമൂസ ഇഷ്ടമാണ്. സമൂസ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഫേവറേറ്റാണ് ചിക്കൻ സമൂസയാണ് കുറച്ചും കൂടെ ഫേവറേറ്റ്. അപ്പം നമ്മൾ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ശേഷം ഇത് കണ്ടിട്ടൊക്കെ എൻ്റെ വായിൽ വെള്ളം വന്നിരിക്കുകയായിരുന്നു. കാരണം സയാനാണെങ്കിൽ എൻ്റെ ഇടയ്ക്കൂടെ വറുത്ത് തുറന്നു എൻ്റെ മുമ്പിൽ നിന്ന് കഴിച്ചു ഗൈസ്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോയി. എന്നിട്ടാണെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി വറുത്തു. അപ്പം അതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ആർക്കൊക്കെ കൊതി വരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അതിന് ശേഷം ഏത്തയ്ക്കാപ്പം വറുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ എനിക്ക് നോമ്പ് തുറക്കാനെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അതിന് ശേഷം എന്നിട്ട് ഇതെല്ലാം ടേബിളിലോട്ട് നിരത്തി വെക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ എണീറ്റ് പോയി. ഇതൊക്കെ വെക്കുന്ന കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഉമ്മച്ചി എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം അതിന് ശേഷം ഈന്തപ്പഴവും പിന്നെ ഈ നട്ട്സും പിന്നെ ബദാം പരിപ്പും എല്ലാം എടുത്ത് വെച്ചു.
അതിന് ശേഷം ദേ പൊരിപ്പുകളെല്ലാം ടേബിളോട്ട് നിരത്തി വെച്ചു. ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം സെറ്റായി. ജ്യൂസും എല്ലാം എടുത്ത് വെച്ചു, ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും. അപ്പം ജ്യൂസ് പിന്നെ വേറെ അത് ആ ഇടയ്ക്കൊരു റെഡ് കളർ ഉണ്ടല്ലേ, ഡാർക്ക് റെഡ് പോലത്തെ, അതും നമ്മളെന്നും ഉണ്ടാക്കുന്നതാണ്. അതൊരു ദിവസം പോലും ഉണ്ടാക്കാതിരിക്കാത്ത ജ്യൂസാണ്. പിന്നെ പള്ളിക്കഞ്ഞിയും ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിക്കഞ്ഞി പിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ബാങ്ക് വിളിക്കാത്ത എന്താണെന്നും പറഞ്ഞിരിക്കുക. ഞാൻ പറയുക, ഇവിടെ എന്തുവാ അമ്മ, ഞാൻ പിടിക്കുമ്പോൾ മാത്രം എന്തുവാ ബാങ്കൊന്നും വിളിക്കാത്ത, ഇത് 10 മണിയായാലും വിളിക്കത്തില്ലെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടോ. അപ്പം ബാങ്ക് വിളിച്ചു. ഞാനിരുന്ന് അറിയുവാണ് ഗൈസ്, കണ്ടില്ലേ. ഞാൻ എന്നിട്ട് സയാൻ സമൂസ തിന്നുകയാണ്. പകുതിയും താഴോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ സമൂസയൊക്കെ വാരി അറിയുകയാണ്. അപ്പം എന്നിട്ടാണെങ്കിൽ വെള്ളം കുടിക്കുകയാണ്. എനിക്ക് വെള്ളം കുടിക്കുന്നതാണ് ഗൈസ് വേണ്ടത്. പിന്നെ പൊരിപ്പാണ് എൻ്റെ മെയിൻ അപ്പം അതിന് ശേഷം മാമിയും കഴിച്ചു നോക്കി. മാമിക്ക് ഇഷ്ടപ്പെട്ടു. സമൂസ നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തോനെ ഉണ്ടാക്കുവാണെങ്കിലോ മതിയെന്നായിരിക്കും തോന്നുന്നത്. അപ്പം എല്ലാം കഴിച്ചു. സയനാണെങ്കിൽ പറയും, ഓ സൂപ്പർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.